ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. കുറേ നാളെ നമ്മൾ മോർണിംഗ് വ്ളോഗൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നൊരു മോർണിംഗ് വ്ളോഗ് ആയാലോ എന്ന്. അപ്പോൾ അത് രാവിലെ എണീറ്റ് ഫ്രഷ് ആകാനായിട്ട് പോയിട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇച്ചായന് ബ്രേക്ക്ഫാസ്റ്റ് വേണമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇച്ചായന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് ഇച്ചായൻ കഴിച്ചിട്ട് ഇച്ചായൻ ഡ്യൂട്ടിക്ക് പോയി. ഇനിയിപ്പം എനിക്കും വാവച്ചിക്കും വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിന് മുന്നേ ഇതേ ഈ കർട്ടൻ ഒന്ന് തുറന്നാലേ വാവച്ചി അങ്ങ് എണീക്കത്തുള്ളൂ. വാവച്ചി ഇപ്പോൾ ഉറങ്ങുവാണ്. അപ്പോൾ വാവച്ചി കർട്ടനൊക്കെ തുറന്ന് അപ്പോൾ അതൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും വാവച്ചി അങ്ങ് എണീറ്റ് വരും. അപ്പോൾ ഇത് നല്ല രസമാണ്. ഇപ്പോൾ കർട്ടനൊക്കെ തുറക്കുമ്പം ഈ സമയമുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഞാൻ അത്ര മോർണിംഗ് പേഴ്സൺ അല്ല, ഞാനൊരു ഈവനിങ് പേഴ്സണാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇനി ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയമാണ്. ദോശമാവ് എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കാം വാവച്ചിക്ക് വേണ്ടിയിട്ട്. വാവച്ചിക്കും എല്ലാ ദിവസവും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ വാവച്ചി കഴിക്കില്ല. പക്ഷേ വാവച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രെഡും ചീസും. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എല്ലാ ദിവസവും കൊടുത്താലും വാവച്ചി കഴിക്കും. പക്ഷേ എല്ലാ ദിവസവും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് ദോശ ഉണ്ടാക്കുകയാണ്. ഇനിയിപ്പം കുറച്ച് പാത്രങ്ങൾ കഴുകി വയ്ക്കാനുണ്ട്. അപ്പം ഞാൻ ഓർത്തു ദോശ ഉണ്ടാക്കിയിട്ട് എല്ലാ പാത്രങ്ങളും ഒന്നിച്ച് കഴുകാം. പിന്നെ ഇന്നലെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങൾ ഇപ്പോൾ എല്ലാം എടുത്ത് വയ്ക്കുവാണ് കേട്ടോ കബോർഡ്സിൽ. അപ്പം അതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ എല്ലാ പാത്രങ്ങളും എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ആകെ ഒരു സമാധാനമാണ്. അപ്പോൾ ഇത് എല്ലാ പാത്രങ്ങളും എടുത്തു വെച്ചു. ഇനിയിപ്പോൾ ഇതേ കുട്ടി കുട്ടി ദോശ വാവച്ചിക്ക് വേണ്ടിയാട്ടോ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ അവൾ കുട്ടി ദോശ കഴിക്കും, ചിലപ്പോൾ പറയും അവൾക്ക് വലിയ ദോശ വേണമെന്ന്. അപ്പോൾ ഇന്ന് ഒരു കുട്ടി ദോശയും ഒരു വലിയ ദോശ ഉണ്ടാക്കുവാണ്. ഇച്ചായന് രാവിലെ ദോശ അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ വീറ്റ് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പൊറോട്ട ചൂടാക്കി കൊടുത്തു. വീറ്റ് പൊറോട്ടയാണ്. അപ്പോൾ അത് ചൂടാക്കി കഴിച്ചിട്ട് ഇച്ചായൻ പോയി. ഗുഡ് മോർണിംഗ് വാവച്ചി. ഇതേ വാവച്ചി അപ്പം എണീറ്റു അല്ലേ വാവച്ചി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തക്കരെ. ബാബുവിന് ഗുഡ് മോർണിംഗ് കൊടുക്കട്ടെ. ബാബു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബാബുവിന് കൊടുത്താ. നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ വാവച്ചി ഇപ്പം എണീറ്റൊക്കെ ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ ഫ്രഷൊക്കെ ആയി. വാവച്ചി പോയി പല്ലേക്കാം. എന്നിട്ട് വേണം വാവച്ചിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ബ്ലാങ്കറ്റ് മടക്കി വയ്ക്കുക, ബെഡ്ഷീറ്റ് നേരെ വിളിച്ചിടുക, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ വാവച്ചിയോട് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, രാവിലെ എണീറ്റ ഉടനെ വാവച്ചി മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ബെഡ്ഷീറ്റ് വിരിക്കാനൊക്കെ. എനിക്കിത് മസ്റ്റായിട്ട് ചെയ്യണം എന്നാണ്. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ദേഷ്യം വരും. 1 2 3 കണ്ട കുഞ്ഞു കുഞ്ഞു ദോശ പിടിച്ച് അത് കഴിഞ്ഞിട്ട് ഈ ദോശയും കഴിക്കണം കേട്ടോ. പറഞ്ഞോ. 1 2 4 ഞാൻ ബട്ടർ കൊണ്ടുവരാം. കറിയും പീനട്ട് ബട്ടറും കൊണ്ടുവരാം. ഏതാ വേണ്ടേ? പീനട്ട് ബട്ടർ കൊണ്ടുവരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയാറായി. ദോശ ആയിരുന്നു കേട്ടോ. അപ്പോൾ ദോശയും ചായയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇനി വേണം നമുക്ക് പണി തുടങ്ങാനായിട്ട്. അപ്പം വാവച്ചീനെ ഫുഡ് കഴിക്കലാണ് ഏറ്റവും വലിയ പാട്. വാവച്ചി തന്നെ കഴിക്കുന്ന കൊച്ചായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും വാവച്ചിക്ക് തന്നെ കഴിക്കാൻ ഭയങ്കര മടിയായി. അവിടുത്തെ കുറേ ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ വായിലൊക്കെ വെച്ച് കൊടുത്ത് വാവച്ചീനെ ഭയങ്കര കൊഞ്ചിച്ച് ശീലമാക്കിയപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് വാവച്ചി എന്തായി? വാവച്ചി കുറച്ച് കൊഞ്ചിൽ കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര പാടാണ്. അങ്ങനെ നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പാത്രങ്ങൾ കിട്ടും. നമ്മൾ 3 പേരേ ഉള്ളൂ വീട്ടിൽ. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ പാത്രങ്ങൾ ഇങ്ങനെ കാണാം. അപ്പോൾ അതൊക്കെ ഇനി ക്ലീൻ ആക്കണം. അതിന് മുന്നേ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ. ഇങ്ങനെ തുടച്ച് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് മനസ്സിന് ഭയങ്കര സുഖമാണ് കേട്ടോ. എനിക്ക് കുക്കിങ്ങിനേക്കാളും ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ക്ലീനിങ് പരിപാടി ചെയ്യുന്നതാണ്. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി ഇവിടെയൊക്കെ ക്ലീൻ ആക്കിട്ടോ. ഇനി വേണം കുക്ക് ചെയ്യാനായിട്ട്. എന്നാലേ എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തോന്നത്തേ ഇല്ല. എന്തോ കുക്ക് ചെയ്യാൻ ഭയങ്കര സ്ലോ ആയിപ്പോവും. അയ്യോ അവിടെ ക്ലീൻ ചെയ്യണമല്ലോ, ഇവിടെ ക്ലീൻ ചെയ്യണമല്ലോ എന്ന് മനസ്സിലോർത്തിട്ട് ഇങ്ങനെ
ലേറ്റായിപ്പോൾ. ഇനി നമുക്ക് സമാധാനത്തോടെ കുക്ക് ചെയ്യാം. ഇനി കുക്ക് ചെയ്യുന്നതിന് മുന്നേ തുണി വാഷ് ചെയ്യാൻ ഇടും കേട്ടോ. കണ്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളുണ്ട്. ഞാൻ തുണി എപ്പോൾ കുക്കറിന്ന് പോട്ടെ വാഷിംഗ് മെഷീൻ ഇടാൻ വരുമ്പോഴത്തേക്കും പാച്ചി അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വരും. ഇത് വേറെ ഇടാം, ഇപ്പൊ ഡ്രസ്സ് മാത്രം നനയ്ക്കാനിടാം. ഇത് പില്ലോ കവറാണ്. തുണി ഇടാൻ വന്ന ആളോ ഇതിൻ്റെ ടൈപ്പ് കാണിച്ചേ. എണീറ്റേ, അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളാണല്ലോ. ഇത് അമ്മ ക്ലോസ് ചെയ്ത് നോക്കി. ബാബുനെ അത് കൊളിച്ച് വെക്കാം. ഇത് ഇരട്ടെ ഓണാക്കണ്ടേ നമുക്ക്? അതെന്ത് ചെയ്യാൻ പോവാ? പിന്നെ എന്ത് ചെയ്യാൻ പോവാ? അവിടെ ഇരിക്കാൻ പോണോ? താങ്ക് യു. അയ്യോ, അടിച്ചെല്ലാം വാരിട്ടോ. അടിച്ചു വാരാൻ നേരത്താണ് ഞാൻ അരി വേവിക്കാൻ വെച്ചത്. അങ്ങനെ അരിയെല്ലാം വെന്ത് കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ കറി വെക്കേണ്ടേ. അപ്പം നമ്മൾ ഇന്ന് വാവച്ചിക്ക് ഇഷ്ടമുള്ള കറിയാണ് വയ്ക്കാൻ പോകുന്നത് അല്ലേ? എന്ത് കറി വയ്ക്കാൻ പോകുന്നത്? അല്ല, എന്ത് കറിയാ? ഡ്രം സ്റ്റിക്ക് കറി. ഡ്രം സ്റ്റിക്കും തക്കാളി കറി ഞാൻ കാണിച്ചു പോന്നോ? ഞാൻ ഓൾറെഡി ഇതേ ഡ്രം സ്റ്റിക്കും തക്കാളി കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാവച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ്. ഈ ഇടയ്ക്കാണ് ഞാൻ കണ്ടുപിടിച്ചത് വാവച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ്. വെള്ളം ഒഴിക്കാൻ നിൽക്കും. അപ്പം അതിന് വേണ്ടത് തക്കാളി, സവാള, ഡ്രം സ്റ്റിക്ക്, ചില്ലി, കറി ലീഫ്, ഗാർലിക് ആൻഡ് ഇഞ്ചി. ഇത്രയും സാധനങ്ങളാട്ടോ വേണ്ടത്. അപ്പം ഞാൻ വയ്ക്കാൻ പോവാണ് കറി, കാണിക്കാം. അപ്പം ഞാൻ കുക്കറിലാട്ടോ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റും. സവാള എടുത്തിടുന്നുണ്ട്. നമ്മൾ സവാളയ്ക്ക് പകരം മറ്റേ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ഇട്ട് അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതേ വാവച്ചിയുടെ കറിയാണ്. ഓക്കെ, കമാറ്റിക്കോ കണ്ടു. ഇനി നമുക്ക് ഡ്രം സ്റ്റിക്ക് എടുത്തിടാം. ഡ്രം സ്റ്റിക്ക് ഞാൻ ഒരു ഡ്രം സ്റ്റിക്കാണ് ഇട്ടത്. വേണമെങ്കിൽ 1.5-2 നമുക്ക് ഡ്രം സ്റ്റിക്ക് ഇടാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ കറി ലീഫ് കുറച്ച്. ഇതിൽ ഞാൻ 2 ചില്ലി ഇടുന്നുണ്ട്, കാരണം എരിവ് ഇത്തിരി വേണം, എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ തക്കാളി, ഇതിൽ ഞാൻ ഒരു തക്കാളിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ പുളി കുറച്ച് നന്നായിട്ടുണ്ടെങ്കിൽ ഈ കറി കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ പുളി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അത് കഴിഞ്ഞ് കുറച്ച് ചില്ലി പൗഡർ ഇടാം. എന്തോ ഇട്ടകത്ത് എന്തോ ആവശ്യമിട്ടിട്ടുണ്ടല്ലോ കറിക്കകത്ത്, ഞാൻ കണ്ടില്ല. ഇനി കുറച്ച് മുളക് പൊടി ഇടാം. ഡ്രം സ്റ്റിക്ക് ഇട്ടാ. ഇനി കുറച്ച് ഞാൻ ഏതിലിടാൻ പോവാ? ഉപ്പിടാം നമുക്ക് കേട്ടോ. ഞാൻ ആകെ 1 സ്പൂണാണ് ഇടുന്നത്. 1 സ്പൂൺ ഇടത്തില്ല, ഇത്രയും ആവശ്യത്തിന്. നമ്മൾ കുക്കർ അടച്ച് വയ്ക്കാം. അടച്ചിട്ട് ഒരു വിസിൽ വരെ കേട്ടോ ഇത് വേവിക്കാൻ വയ്ക്കുന്നത്. കറക്റ്റ് 1 വിസിൽ, അപ്പോഴത്തേക്കും വേഗം. ചില കുക്കറിൽ 1 വിസിൽ അടിക്കുന്നതിന് മുന്നേ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ കുറച്ച് വേവ് കൂടിപ്പോകും. കുക്കറിൽ വെച്ചാലേ വേഗം വെക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വിസിൽ 1 വിസിലാകുമ്പോഴത്തേക്കും ഓഫ് ചെയ്യും. അപ്പം നമ്മൾ കുക്കറിൽ വച്ചില്ല, ആ സമയം കൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്ത് ക്ലീൻ ആക്കും കേട്ടോ. അപ്പം പിന്നെ പണി വേഗം കഴിയും. അപ്പോൾ കുക്കറിൽ 1 വിസിൽ വരുന്നതിന് മുന്നേ അപ്പം തുണി നമ്മളെടുത്ത് സ്റ്റാൻഡിലിടും കേട്ടോ. നല്ല വെയിലാണ് ഇപ്പം. അപ്പോൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും. അപ്പം ഇപ്പം നമ്മൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വാവച്ചിയും വരുന്നുണ്ട്. വാവച്ചിക്ക് പിന്നെ ഇങ്ങനെ തുണി ഇടുന്നതും തുണി വാഷിംഗ് മെഷീൻ ഇടുന്നതും കുക്ക് ചെയ്യാൻ കൂടെ നിൽക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് വാവച്ചിയുടെ ഏറ്റവും വലിയ ഇഷ്ടം തോന്നുന്നു. അതായത് സ്വന്തമായിട്ട് ടോയ്സ് എടുത്ത് കളിക്കുന്നതിനേക്കാളും വലിയ ഇഷ്ടം ഇങ്ങനെ അമ്മേൻ്റെ കൂടെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ്. അപ്പോഴത്തേ നമ്മൾ എല്ലാ തുണിയും എടുത്തിട്ടു. അപ്പോൾ ഞാൻ ഓർക്കുകയാണ് കേട്ടോ, ഈ സമയം നമ്മൾ നിന്നപ്പോൾ ഭയങ്കര വെയിൽ, ചെറുതായിട്ട് തലവേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് അവിടെ പണി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ നോക്കിക്കേ, എന്ത് വെയിലാണെന്നറിയോ സമയം. അതെ, 1 വിസിലടിച്ചിട്ടോ. അപ്പോൾ 1 വിസിലടിച്ചപ്പോഴത്തേക്കും എല്ലാം പാകത്തിന് വെന്തു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാലിന് പകരം ഞാൻ ഒഴിക്കുന്നത്, അതായത് തേങ്ങാപ്പാൽ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഇവിടെ വാങ്ങാൻ കിട്ടുമല്ലോ.
അപ്പോൾ ആ തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. എനിക്ക് തരാം. എനിക്ക് വേണമെന്ന് എന്നാ. ഓ വന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കാൻ. ഓക്കെ, ഇത് വളരെ ഈസി ആട്ടോ ഈ കറി വയ്ക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലല്ല വയ്ക്കുന്നത്. കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു ഇതിൻ്റെ അകത്ത്. വാവച്ചിക്ക് വേണോ? തരാം അമ്മ, വെയിറ്റ് ചെയ്യൂ. ഇവിടെ വാവച്ചി ഓൾറെഡി എന്തോ ഒരു കറി വയ്ക്കും. എന്ത് കറിയാണ് വയ്ക്കുന്നത്? ഇത് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ജീരകം ഇടും. പിന്നെ കുറച്ച് കുരുമുളക് ഇടും. പിന്നെ കുറച്ച് നമുക്ക് കടുക്, അതാണ് ഗരം മസാല. അപ്പോൾ ഒട്ടും മാറി മുഖത്തേക്ക് തെറിക്കും. ഇത് വരുന്ന വശങ്ങൾ ഇപ്പോൾ കടുകെല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട് വാച്ചി. ഇനി ചില്ലി കുറച്ച് ഗാർലിക്കും ജിഞ്ചറും കറി ലീഫും എല്ലാം വെക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ കുക്കർ കുറച്ച് അടച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ നല്ല ഒരു പാകത്തിന് നല്ല ടേസ്റ്റൊക്കെ വരും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ കറി വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും ഒന്നും കൂടി ക്ലീൻ ആക്കി വാവച്ചിയുടെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക അല്ലേ. വേഗം ആട്ടെ, കഴുകി വിട്ടെ. കഴിഞ്ഞാടാ? അത് ഞാൻ കളഞ്ഞോളാം. ബാ ഇറങ്ങ്. വാവുന്നാ ബാ, അവിടേക്ക് ഒന്നും കൂടെ മമ്മ ക്ലീൻ ആക്കട്ടെ. ഇറങ്ങി കഴിഞ്ഞാ? പണി കഴിഞ്ഞാ? ഇനി എന്ത് ഞാൻ പോവാടാ? കുളിക്കണ്ടേ? നീ കുളിക്കാൻ നോക്ക. കുളിക്കാം. ഓക്കെ കുളിക്കാം. അപ്പോൾ ഇതിന് ലഞ്ച് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പം ലഞ്ചിന് സമയമായി. അപ്പം നമ്മൾ ഇന്ന് വച്ച കറി നമുക്ക് വാവച്ചിനോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. വാവച്ചി, ഈ കറി ടേസ്റ്റ് ചെയ്തിട്ട് പറയാമോ എങ്ങനെയുണ്ടെന്ന്? നോയോ? യെസ് പറയൂ. വാവച്ചിക്ക് കൊടുത്തു നോക്കാം കേട്ടോ. വാവച്ചി എന്ത് ചില നോയാ പറയത്തുള്ളൂ, അതിൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് കറി? ടേസ്റ്റ് ആണോ? എത്ര ദേഷ്യം വാവച്ചി, ഗൗരവം. എരിവുണ്ടോ? ഇത്തിരി. അത് നമുക്ക് ഇനി വയ്ക്കുമ്പോൾ എരിവ് കുറച്ച് വയ്ക്കാം കേട്ടോ. ഫുഡെല്ലാം കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വ്ലോഗ്. ഇനിയിപ്പം 1 മണിയായി. അപ്പോൾ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചിട്ട് ഇനി വാവച്ചിനെ കുറച്ച് നേരം ഉറക്കണം എന്നാണ് പരിപാടി. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗ്സൊക്കെ വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.